അസ്സലാമു അലൈക്കും ഹായ് ഓൾ. ഇന്ന് എനിക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയുന്ന ആൾ തന്നെയാണ്. പക്ഷേങ്കിൽ തലേ ദിവസത്തെ ഫുഡൊക്കെ എനിക്ക് ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് ഞാനില്ലേ ചെറിയ ചെറിയ ആൽക്കുലത്ത് പണിക്കൊക്കെ രാവിലെ തന്നെ ഇറങ്ങിയതായിരുന്നു. ആ ഒരു സമയത്താണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടിക്കുട്ടി കഴിച്ചിനെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിൻ്റെ ഇടയിലാണ് വരുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ലഞ്ചിൻ്റെ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കേണ്ട എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലില്ല. നമ്മളെ കയ്യിൽ എന്താണ് ഉള്ളത് അതനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നെയ്ച്ചോറിൻ്റെ അരി നോക്കുമ്പോൾ ഒരു ഗ്ലാസ് അരിയേ ഉള്ളൂ സ്റ്റോക്കായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ ഒരു നാസ്ത ഐറ്റംസ് ഉണ്ടായാൽ അങ്ങ് നമുക്ക് ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ആവുമല്ലോ. അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മൈദയിലേക്ക് ഒരു മുട്ട, 2 കപ്പ് മൈദ, ഒരു മുട്ട, 1 ടീസ്പൂൺ ഗീ, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒരു അര ഗ്ലാസ് പാല് മതിയായിരിക്കും 2 കപ്പ് മൈദ കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്തിട്ട് ഇത് നല്ലോണം കുഴച്ച് സോഫ്റ്റ് ഡോ ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കുക. പിന്നെ ഞാൻ ആ ഒരു സമയത്ത് തന്നെ വിളിച്ച് പറഞ്ഞ് നമുക്ക് ചെമ്മീൻ എത്തിയിട്ട് നമുക്ക് എന്ത് വിളിച്ച് പറഞ്ഞാൽ കൊണ്ടുത്തരും കേട്ടോ. അങ്ങനെ ചെമ്മീനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചെമ്മീനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യണം, അത് വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രഷായിട്ട് ആ തല വരട്ടിയെടുക്കണം. തല എപ്പോഴും ഫ്രഷ് വരട്ടിയാലേ ടേസ്റ്റ് ഉണ്ടാവും. ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കുകയും വേണം. അപ്പോൾ അതവിടെ മസാല പുരട്ടുന്നുണ്ട്, മഞ്ഞൾ മുളക് ഉപ്പിട്ടിട്ട്. ഇപ്പുറത്ത് മല്ലി മുളക് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ചെമ്മീൻ തലയിലേക്കും ചേർത്ത് വെക്കുന്നുണ്ട്. ചെമ്മീൻ്റെ തല ഗസ്റ്റിന് കൊടുക്കുന്നില്ലേ, ഞാനിത് വരട്ടി അവിടെ വെക്കുന്നതാണ്. കാരണം നമുക്ക് നല്ല പുട്ടൊക്കെ ചുട്ടിട്ടില്ലേ തല കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുട്ടികളൊന്നും ആ ഒരു ഭാഗത്ത് പോലും വരില്ല, എന്നാലും എനിക്കിഷ്ടമാണ്. അപ്പോൾ പിന്നെ തക്കാളി മുറിച്ചിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് അതവിടെ കിടന്ന് അങ്ങനെ അങ്ങ് തിളച്ചോട്ടെ. ചട്ടി കാച്ചണമൊന്നും പോലുമില്ല. ഭയങ്കര ടേസ്റ്റാട്ടോ ഇങ്ങനെ തന്നെ അങ്ങ് കഴിക്കാനായിട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ പറയേണ്ടത്, പുട്ടിനൊപ്പം കഴിക്കാനാണ് ഈ ഒരു ചെമ്മീൻ്റെ തല വരട്ടിയത്. അപ്പോൾ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ടിട്ട് ഈ ഒരു ചെമ്മീനെ നല്ലപോലെ ഒരു ശാലോ ഫ്രൈ ആക്കി മാറ്റിയെടുക്കണം. അതിനുശേഷം ആ ഒരു സമയത്തേക്ക് നമുക്കില്ലേ 2 ഉള്ളി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കൊരു സമയം പോലും കളയാനില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തെടുക്കുന്നതല്ലേ, നമുക്ക് ഹെൽപ്പിനുള്ള ഒരാളുണ്ടെങ്കിൽ നല്ല സുഖം ഇങ്ങനത്തെ സമയത്തല്ല. പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാനാ, അങ്ങനെ നമുക്കിപ്പോൾ ആരുമില്ല. അപ്പോൾ നമ്മളെല്ലാം ഒറ്റയ്ക്ക് ഇതിനെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ചെമ്മീൻ കോരി മാറ്റിയിട്ട് ആ ഒരു ബട്ടറിൽ തന്നെ നമ്മൾ ഈ 2 ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് വഴറ്റിയെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി. എനിക്ക് ഈ ഒരു കറി ഭയങ്കര ഈസി ആട്ടോ. പിന്നെ അധികം ഉള്ളി വഴന്നിട്ട് വരാനുള്ള സമയമൊന്നും കാത്തു നിൽക്കണ്ട. പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അരക്കുന്നതാണല്ലോ, അത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലി മുളക് മഞ്ഞൾ ഇട്ടിട്ട് ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്നും കൂടി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായി 2 തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർക്കണേ. അപ്പോൾ എന്നോട് ഫസ്റ്റ് തന്നെ കാഷ്യൂസും പിന്നെ ആൽമണ്ട്സും ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം നെയ്യിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ ബട്ടറിൽ തന്നെ ഇട്ടാൽ നല്ല വേഗം മൊരിഞ്ഞ് വരുമല്ലോ. എനിക്ക് കുഴപ്പമില്ല ഏത് സമയത്ത് ചേർത്ത് കൊടുത്താലും. ഇനി ഇതില്ലെങ്കിൽ ലാസ്റ്റ്ലി നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും ഗീലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ആദ്യം കുറച്ച് ഉള്ളി പൊരിച്ച് ഗസ്റ്റൊക്കെ ഉള്ളതല്ലേ, പൊരിച്ച ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതില്ലേ ഉള്ളി നൈസായി കട്ട് ചെയ്തിട്ട് ഇത്തിരി ഉപ്പും ഇത്തിരി പഞ്ചസാരയും ചേർത്ത് കൈകൊണ്ട് നല്ലോണം ഞെരടി എടുത്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ച് കോരുമ്പോൾ നല്ല ഫ്രൈ ആയി കിട്ടും കേട്ടോ. നമ്മളെ ഉള്ളി എൻ്റെ ഷേപ്പൊന്നും അത്ര റെഡി ആയിട്ടില്ല, തിരക്കിനിടയിൽ ചെയ്തെടുത്തോണ്ട് ഇന്ന് അങ്ങനെ നൈസായി കിട്ടിയിട്ടുമില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇതിലേക്ക് പട്ട ഗ്രാമ്പൂ എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നെയ്ച്ചോറ് 1 ഗ്ലാസ് അരിക്ക്, ശരിക്കും പറഞ്ഞാൽ 1 ഗ്ലാസ് അരിയനുള്ളൂ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നെയ്ച്ചോറ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബട്ടൂര കണ്ടാൽ പിന്നെ കുട്ടിയുടെ ഒക്കെ ബട്ടൂരയുടേതായിരിക്കുമല്ലോ ശ്രദ്ധ ഉണ്ടാവാം. അങ്ങനെ ബട്ടൂരയും വളരെ കുറച്ച് അളവിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. കുറേ സമയം എണ്ണേൻ്റെ എന്താ പറയണ്ടേ ഈ ചൂടത്ത് എണ്ണ മുക്കി പൊരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് വലിയ ടാസ്ക്കാണ്. ഞാൻ നെയ്ക്കടികൾ ഏതൊരു സമയത്തും ഈ ഒരു എന്താ പറയുക കൂടുതൽ സമയം നിൽക്കാന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ പരത്താൻ 4 ഇതേപോലെ ആക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരാം. ഞാൻ പറഞ്ഞല്ലോ ബട്ടൂരയില്ലേ നമ്മളില്ലേ കുഴക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു തുള്ളി എണ്ണ കുടിക്കാതെ കിട്ടും. നല്ല ടൈറ്റ് ഡോ ആയിട്ട് കുഴക്കുക, എന്നാലും ഡോ നല്ല സോഫ്റ്റും വേണം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് ആ സോഫ്റ്റ്നെസ് വരുത്തുകയല്ല വേണ്ടത്. ഞാനിപ്പോൾ 2 കപ്പ് മൈദക്ക് 1 മുട്ടയും 1/2 ഗ്ലാസ് പാലും എടുത്തതാണ്. അതിനെ കൊണ്ട് തന്നെ കുഴച്ചെടുത്തിട്ട് കുറച്ച് പാല് തളിച്ച് നമ്മളത് കുഴച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചാൽ നല്ല സോഫ്റ്റ് ഡോ ആവും. അതോടൊപ്പം തന്നെ ഇതേപോലെ നല്ലപോലെ പൊങ്ങി വരികയും ചെയ്യും. ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ ബട്ടൂര നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് തന്നെ ഓർഡർ ആക്കിയാൽ പോലും പൂരിയായാലും ബട്ടൂരിയായാലും ഒക്കെ നല്ലപോലെ നെയ്യ് കുടിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുടിക്കാതിരിക്കാനാണ് ഈ പറയുന്നത്. നല്ലോണം ഇത് ഞാൻ ഒഴിച്ച ആ ഒരു ഓയിൽ പൊരിച്ച് കഴിഞ്ഞിട്ടും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എനിക്ക് വന്ന ഗസ്റ്റും അത് തന്നെയാണ്, ഒട്ടും നെയ്യ് കുടിക്കാതെ കിട്ടിയിട്ടുണ്ടല്ലോ എന്നുള്ളത്. അത് വലിയൊരു കാര്യമില്ലേ, നെയ്യ് കുടിക്കാതെ നെയ്യ് കൂടുതലായിട്ട് അബ്സോർബ് ആകുമ്പോൾ നമുക്ക്
വല്ലാത്തൊരു ചവർപ്പായിരിക്കും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് അരച്ചിട്ട് അതിലേക്ക് കസൂരി മേത്തി ചേർത്തിട്ടുണ്ട്, ഉള്ളിയൊക്കെ നല്ല നെയ്ച്ചോറ് ഉള്ളിയൊക്കെ പൊരിച്ച് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് ഇതിൽ ഉപ്പ് എരിവൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ആ ചെമ്മീനിട്ട് നല്ലപോലെ ഗ്രേവിയിലിട്ട് തിളച്ചോട്ടെ. പിന്നെ ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നാൽ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേയൊന്നും വേണ്ട, ഇത്തിരി മതി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്. ഇനി ചെമ്മീനും കൂടി അതിലേക്ക് അങ്ങ് വന്ന് സെറ്റായി ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവർ ആ ഗ്രേവിയിലൊക്കെ ഇട്ട് ഇറങ്ങി ഇങ്ങ് വരട്ടെ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നമുക്കിപ്പോൾ ഇല്ല എന്തിൻ്റെ ഒപ്പം കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും ഇനിയിപ്പോൾ ഭട്ടൂരൊക്കെ ആയാലും. സത്യം പറഞ്ഞാൽ എൻ്റെ മക്കൾക്കെല്ലാം ഫിഷ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ നല്ല ഇഷ്ടം പോലെ ആസ്വദിച്ച് കഴിച്ചോളും. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായ മാങ്ങയാണ് ഇത്. ഞാൻ കട്ട് ചെയ്തിട്ടൊന്ന് ജ്യൂസും കൂടി ആക്കി എടുക്കുന്നുണ്ട്. പാലൊന്നും ഒഴിക്കുന്നില്ല, തൊലിയോട് കൂടി തന്നെയാണ് ഇട്ടത്. നല്ലോണം ഐസ് ക്യൂബ്സ് ഇടുക, ഒരു ചെറിയ പച്ചമാങ്ങയുടെ പീസും കൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ. അപ്പോൾ സ്വീറ്റും ഇതായിട്ട് നല്ല പുളിപ്പും ഒക്കെ ഉള്ളൊരു ജ്യൂസായിരിക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അൽഹംദുലില്ലാ റാഹത്തായി ഫുഡൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാം കേട്ടോ. അടിപൊളി നെയ്ച്ചോറാണ്, അടിപൊളി വട്ടൂരിയാണ്, അടിപൊളി കറിയുമാണ്. അപ്പോൾ നല്ല വീഡിയോയിൽ വീണ്ടും വരാം.